ജീവിതാമൃതം. രചന ഫസ്ല ജൗഹർ. നഗരത്തിലെ തിരക്കേറിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ സാധാരണ ജീവനക്കാരനായിരുന്നു അനിൽ. മറ്റുള്ളവർക്ക് അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച ഒരു യുവ പ്രതിഭ മാത്രം. എന്നാൽ അനിലിന് ലോകം ഒരു വൻമര പോലെ അവനെ സംരക്ഷിച്ചിരുന്ന മാതാപിതാക്കൾ മാത്രമായിരുന്നു. അച്ഛൻ ദിവാകരൻ, അമ്മ മാലതി എന്നിവർ. മക്കളില്ലാത്ത വിഷമത്തിൽ നിന്ന് തന്നെ എടുത്തു വളർത്തിയാണെന്ന സത്യം അവൻ അറിയില്ലായിരുന്നു. ആ രഹസ്യം അവരുടെ സ്നേഹത്തിന് താഴെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു. അവന്റെ ഓരോ ചിരിയിലും ഓരോ നോട്ടത്തിലും ആ ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തിന്റെ സാഫല്യം കണ്ടു. ചെറുപ്പം മുതലേ അനിലൊരു നിശബ്ദ ലോകത്താണ് വളർന്നത്. മക്കളില്ലാത്ത മാതാപിതാക്കളുടെ ഏക മകൻ. അവന് കൂട്ടായി കളിക്കാനോ വഴക്കിടാനോ ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്നുള്ളവർ അവന് ഭാഗ്യവാനായി കണ്ടു. എല്ലാ ശ്രദ്ധയും സ്നേഹം അവന് മാത്രം. എന്നാൽ അനിലിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയുള്ളപ്പോൾ അവൻ ലോകത്തിന്റെ കേന്ദ്രമായി. പക്ഷെ അവൻ ജോലിക്ക് പോവുകയോ ഉറങ്ങുകയോ ചെയ്യുമ്പോൾ ആ വലിയ വീട്ടിൽ അവൻ തനിച്ചായി. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അനിലിന് എന്തെങ്കിലും ആഗ്രഹം വരുമ്പോൾ ദിവാകരനും മാലതി ഒരു പ്രത്യേക തന്ത്രം ഉപയോഗിച്ചിരുന്നു. അവർക്ക് അപ്പോൾ തന്നെ സാമ്പത്തികമായി അത് സാധിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയും, മോനെ, ഇത് വലുതാ, ഇത് നമുക്ക് 38-ാം തീയതി വാങ്ങാം. ആ ദിവസം വലിയ സമ്മാനങ്ങൾ കിട്ടുക. എല്ലാ മാസവും 30-ഓ 31-ഓ കഴിയുമ്പോൾ അടുത്ത മാസം വരെ കാത്തിരിക്കാൻ അവൻ ഇത് വിശ്വസിച്ചു. അവന്റെ നിഷ്കളങ്കമായ ലോകത്ത് 38-ാം തീയതി സ്നേഹത്തിന്റെയും സമ്മാനങ്ങളുടെയും ഒരു മാന്ത്രിക ദിവസമായിരുന്നു. ഒരു ദിവസം സ്കൂൾ കണക്ക് ക്ലാസ്സിൽ ടീച്ചർ കലണ്ടറിനെ കുറിച്ചും മാസങ്ങളെ കുറിച്ചും പഠിപ്പിക്കുകയായിരുന്നു. ഒരു മാസത്തിൽ എത്ര തീയതികളുണ്ട് കുട്ടികളെ? ടീച്ചർ ചോദിച്ചു. 30 അല്ലെങ്കിൽ 31, കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു. അനിൽ ഉടനെ എഴുന്നേറ്റ് ആവേശത്തോടെ പറഞ്ഞു, ഇല്ല ടീച്ചർ, 38-ാം തീയതി ഉണ്ട്. അന്ന് അച്ഛനും അമ്മയും എനിക്ക് വലിയ സാധനങ്ങൾ വാങ്ങിത്തരും. ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു. ടീച്ചറുടെ മുഖം മങ്ങി. മോനെ, ഒരു മാസത്തിൽ 38-ാം തീയതി ഇല്ല, എല്ലാ മാസവും 30-നോ 31-നോ അവസാനിക്കും. അനിലിന് ചുറ്റും കൂട്ടുകാർ കളിയാക്കി ചിരിച്ചു. അവന്റെ മനസ്സിലെ സ്നേഹത്തിന്റെ മാന്ത്രിക ദിവസം ഒരു കള്ളമായി അവന്റെ മുന്നിൽ ഉടഞ്ഞുപോയി. തന്റെ മാതാപിതാക്കൾ തന്നോട് നുണ പറഞ്ഞാണോ എന്ന ചിന്ത അവനെ വല്ലാതെ വേദനിപ്പിച്ചു. സഹപാഠികൾക്ക് മുമ്പിൽ തലകുനിച്ചെന്ന അവന്റെ മനസ്സിൽ ആ ഏകാന്തതയുടെ മതിൽ കൂടുതൽ ഉയർന്നു. അവൻ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങി. പുറമേ പ്രകടിപ്പിക്കാതെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി. ലോകത്തോട് അവന് പറയാനുണ്ടായിരുന്ന ഒരൊറ്റ ചോദ്യം മാത്രം, എനിക്ക് സ്വന്തമായി ആരുണ്ട്? ഈ ചോദ്യമാണ് വർഷങ്ങളായി അവന്റെ മനസ്സിലൊരു വലിയ മതിൽ പോലെ നിലനിന്നിരുന്നത്. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം, മടുപ്പുള്ള ജോലി ദിനം. ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. ദേശീയപാതയിലെ വളവിൽ ഒരു വലിയ ശബ്ദം കേട്ട് അവന്റെ കാല് ബ്രേക്കിലമർന്നു. ഒരു കാർ അപകടം. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന യാത്രക്കാരെ നോക്കിയൊരു വലിയ ജനക്കൂട്ടം. സഹായത്തിനായി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ആരും അടുത്തേക്ക് ചെല്ലുന്നില്ല. അനിലിന്റെ മനസ്സിൽ മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ സ്വന്തം കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് സഹായിക്കുമോ എന്ന് അവൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. യാതൊരു മടിയും കൂടാതെ അവൻ ചോരയിൽ കുളിച്ചു കിടന്ന പുരുഷനെയും സ്ത്രീയെയും അതിസാഹസികമായി എടുത്ത് സ്വന്തം കാറിന്റെ സീറ്റിൽ കിടത്തി. അവരുടെ ബോധരഹിതമായ ശരീരങ്ങളെയും പേറി അവൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ചികിത്സകൾക്ക് ശേഷം അടുത്ത ദിവസമാണ് പുരുഷന് ബോധം തെളിഞ്ഞ്. രാമേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആശുപത്രി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി അനിൽ രാമേന്ദ്രന്റെ മുറിയിൽ ചെന്നപ്പോഴാണ് ആ വെളിപ്പെടുത്തൽ നടന്നത്. രാമേന്ദ്രൻ അനിലിന്റെ മുഖത്തേക്ക് നോക്കി. ഞെട്ടിൽ അദ്ദേഹത്തിന്റെ ക്ഷീണിച്ച കണ്ണുകളിൽ നിറഞ്ഞു. മോനെ, നിന്റെ പേരെന്താ? രാമേന്ദ്രൻ കഷ്ടപ്പെട്ട് ചോദിച്ചു. അനിൽ, ഞാൻ നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചതാ. രാമേന്ദ്രൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ഈ മുഖം ഞാൻ മറക്കില്ല. ഇതെന്റെ പെങ്ങള് സ്നേഹിച്ച് നിന്നെ ഉപയോഗിച്ചു പോയ കാമുകന്റെ മുഖമാ. അനിൽ, നീ എന്റെ പെങ്ങളുടെ മകനാ. നിന്നെ പ്രസവിച്ച ശേഷം അവൾ നിന്നെ വീട്ടിൽ കൊണ്ടുവരാൻ ഭയന്നു. അവളുടെ കാമുകൻ നിന്നെ ആരോരും അറിയാതെ വഴിയിൽ ഉപയോഗിച്ചു പോവുകയായിരുന്നു. എന്റെ പെങ്ങൾ അവൻ അന്വേഷിച്ചറിഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. നീ ആ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ. അനിലിന്റെ കാതുകളിൽ ആ വാക്കുകൾ ഇടിമുഴക്കം പോലെ മുഴങ്ങി. താൻ എപ്പോഴും അഭിമാനിച്ചിരുന്ന അവന്റെ ജീവിതം ഒരു കള്ളക്കഥയുടെ മുകളിലാണോ പണിതിരുന്നത്? അവന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ അവന് തോന്നി. അവൻ യാന്ത്രികമായി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയുടൻ അവൻ അമ്മയായ മാലതിയുടെ മുന്നിൽ നിന്നു. അമ്മേ, സത്യം പറയണം, ഞാൻ നിങ്ങളുടെ സ്വന്തം മകനല്ലേ? അവന്റെ ശബ്ദം വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. മാലതിയുടെ മുഖം വിളറി. ആ രഹസ്യം, വർഷങ്ങളോളം അവർ കാത്തു സൂക്ഷിച്ച അവരുടെ പുണ്യമായ രഹസ്യം, അതിങ്ങനെ പുറത്തു വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓനെ, മാലതി തേങ്ങിക്കൊണ്ട് അനിലിനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഒരുപാട് മോഹിച്ചാ നിന്നെ വളർത്തിയത്. നീ കേട്ടെല്ലാം സത്യം. ഞങ്ങൾ നാടോടികളായിരുന്നു. മക്കളില്ലാത്ത സങ്കടത്തിൽ ഞങ്ങൾ അലഞ്ഞു നടന്നു. ഒരു മഴയുള്ള സന്ധ്യയ്ക്ക് വഴിയിൽ ആരോ ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾ കണ്ടത്. നീ ഞങ്ങൾക്ക് ദൈവം നൽകിയ കനിയായി തോന്നി. ആരോരും അറിയാതെ നിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ തിരയാൻ പോലും ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്നെ സ്വന്തമാക്കി. നീ ഞങ്ങളുടെ മകനാ. ഞങ്ങളുടെ ചോരയേക്കാൾ വലുതാ നിന്റെ സ്നേഹം. അമ്മയുടെ വാക്കുകളിലെ സത്യസന്ധമായ വാത്സ്യത്തിനു മുമ്പിൽ അനിലിന് പ്രതികരിക്കാനായില്ല. അയാൾ സ്വന്തം മുറിയിലേക്ക് പോയി വാതിലടച്ചു. മണിക്കൂറുകളോളം കിടക്കയിൽ അവൻ തലയിണിൽ മുഖം പൂഴ്ത്തി. ആരായിരുന്നു താൻ? എന്തിനായിരുന്നു തന്റെ ജീവിതം?
താൻ ദത്തുപുത്രനാണെന്ന വേദനയേക്കാൾ തൻ്റെ സ്വന്തം എന്ന ബോധമില്ലാതെയാണ് അവനെ വേദനിപ്പിച്ചത്. മുറിയിലെ തണുത്ത ഏകാന്തതയിൽ അനിൽ വിങ്ങിപ്പൊട്ടി. സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവൻ അലട്ടി. രാമേന്ദ്രന്റെ വാക്കുകൾ അവന് വരിഞ്ഞു മുറുക്കി. താൻ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്ന ഭയം അവന്റെ ഉള്ളിലെ ഏകാന്തതയുടെ മതിൽ വീണ്ടും ഉയർത്തി. അനിലിന്റെ കരച്ചിൽ കേട്ട് ദിവാകരൻ മെല്ലെ മുറിയിലേക്ക് കടന്നു. മാലതിയും പിന്നാലെ എത്തി. മോനെ. ദിവാകരൻ അനിലിന്റെ അടുത്തിരുന്ന് അവന്റെ മുഴികളിൽ തലോടി. നിനക്ക് വേദനിച്ചെന്ന് അച്ഛനറിയാം. ഞങ്ങളെ വിശ്വസിച്ച ഒരു മകനോട് ഞങ്ങൾ ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ ഒരു നിമിഷം നീ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. മാലതി അവനെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ, ഞങ്ങൾക്ക് നിന്നെ കിട്ടുന്നതിന് മുമ്പ് ഈ വീടൊരു ശൂന്യമായിരുന്നു. മക്കളില്ലാത്ത വേദനയിൽ ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. ആ മഴയുള്ള രാത്രിയിൽ വഴിയരികിൽ തനിച്ച് കിടന്ന നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾക്കത് ദൈവം തന്ന നിധിയായിരുന്നു. നീ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞായിരുന്നില്ല, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ബലമായിരുന്നു. ആ സമയത്ത് നിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് നിന്നെ നഷ്ടമായേനെ. മക്കളില്ലാത്ത ഞങ്ങളുടെ ലോകത്ത് നിന്നെ സ്വന്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, മോഹിച്ചു. നിന്റെ ഓരോ പിറന്നാളിനും നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ആദ്യത്തെ സൈക്കിള്? ഞാൻ 1 മാസം അധികം ജോലി ചെയ്ത് അത് വാങ്ങിയത്. നീ ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോൾ പേടിച്ച് കരഞ്ഞപ്പോൾ മാലതി രാത്രി മുഴുവൻ ഉറങ്ങാൻ നിന്നെ ആശ്വസിപ്പിച്ചു. ഒരു ദത്തുപുത്രനോട് കാണിക്കുന്ന സ്നേഹമായിരുന്നു അതൊക്കെ. മാലതി അനിലിന്റെ കയ്യിൽ പിടിച്ചു. നിന്റെ പാസ്പോർട്ടിലെ സ്കൂൾ രേഖകളിലെല്ലാം സ്വന്തം മകനെന്ന് എഴുതാനുള്ള ധൈര്യം ഞങ്ങൾ കാണിച്ചു. ആ രഹസ്യം ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടിത്തറയായിരുന്നു. ഈ ലോകം തന്നെ നിന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു. അതിൽ ഞങ്ങൾക്ക് കുറ്റബോധമൊന്നുമില്ല മോനെ. രക്തബന്ധം എന്ന് പറയുന്നത് ഒരു ചരടാ, പക്ഷേ വാത്സല്യം ഒരു കടലാ. ഈ കടല് നിന്നെ സ്നേഹിക്കാനായി മാത്രമുള്ളതാ. നീ ഞങ്ങളുടെ ചോരയേക്കാ വലുതാ. അനിലിന്റെ ഹൃദയത്തിലെ സംശയങ്ങളെല്ലാം ആ കണ്ണുനീരിലും സത്യസന്ധമായ വാക്കുകളിലും അലിഞ്ഞില്ലാതെയായി. ഒരു നിമിഷം അവൻ കഴിഞ്ഞ കാലത്തിലൂടെ സഞ്ചരിച്ചു. അവന്റെ ഓരോ നോട്ടത്തിലും അവൻ അനുഭവിച്ച സന്തോഷം, അവന്റെ ഓരോ സങ്കടത്തിലും അവൻ അനുഭവിച്ച വേദന, അതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. അവൻ മെല്ലെ എഴുന്നേറ്റു. അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ചു. അമ്മേ, അച്ഛ, നിങ്ങളാണ് എൻ്റെ ലോകം. എന്നെ പ്രസവിച്ച സ്ത്രീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ ലോകം തന്നു. എനിക്കെൻ്റെ പഴയ ഏകാന്തതയിലേക്ക് മടങ്ങണ്ട. ഈ സ്നേഹമാണ് എൻ്റെ സത്യം. അവരുടെ കണ്ണുനീർ അനിലിന്റെ കവിളിൽ വീണു. ആ രാത്രി നഷ്ടപ്പെട്ട ബന്ധങ്ങളുടെ വേദനയേക്കാൾ നേടിയെടുത്ത വാത്സല്യത്തിന്റെ ഊഷ്മളത ആ വീട്ടിൽ നിറഞ്ഞു. അനിലിന്റെ മനസ്സിന്റെ ഏകാന്തതയുടെ മതിൽ പൂർണ്ണമായി തകർന്നിരുന്നു. അനിലിന്റെ മനസ്സിൽ അല്പം ആശ്വാസം കിട്ടിയത് രാമേന്ദ്രൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ചാണ് അവൻ അശ്വതിയെ കണ്ടുമുട്ടിയത്. രാമേന്ദ്രന്റെ ഏക മകൾ അശ്വതി മെഡിസിന് പഠിക്കുന്ന ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയായിരുന്നു. അപകട സമയത്ത് അനിലിന്റെ ധൈര്യം അവൾക്ക് അവനോട് വലിയ ബഹുമാനം നൽകി. എന്നാൽ അനിലിന്റെ ദുഃഖവും കണ്ണുകളിൽ അഗാധമായ ശൂന്യതയും അറിഞ്ഞപ്പോൾ അവൾ അവനിലേക്ക് കൂടുതൽ അടുത്തു. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ജന്മത്തിലല്ല, ജീവിതത്തിൽ. അനിൽ ചേട്ടാ, ഈ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയാ നിങ്ങളുടെ ലോകം. അശ്വതി ഒരിക്കൽ ചായ കുടിക്കുന്നില്ല അവനോട് പറഞ്ഞു. അവളുടെ വാക്കുകൾ അനിലിന് പുതിയൊരു കാഴ്ചപ്പാട് നൽകി. എനിക്ക് ബന്ധത്തിന് വിശ്വാസമില്ല അശ്വതി. ഈ ലോകത്ത് എനിക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? ഞാനുണ്ട്. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ പതിയെ മൊഴിഞ്ഞു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ആ രാത്രി മുതൽ അവർക്കിടയിലെ സംഭാഷണങ്ങൾ വർദ്ധിച്ചു. വാട്സാപ്പിൽ രാത്രി ഏറെ വൈകിയും മെസ്സേജുകൾ കൈമാറി. അനിലിന്റെ തകർന്ന മനസ്സിൽ അശ്വതിയുടെ സൗഹൃദം ഒരു കുളിർക്കാറ്റായി വീശി. അവളുടെ ചിരിയും തമാശകളും ജീവിതത്തോടുള്ള ശുഭാപ്തി വിശ്വാസവും അവനിലെ വേദനയെ കുറച്ചു. ഒരു ദിവസം രാമേന്ദ്രന്റെ മുന്നിൽ വെച്ച് അശ്വതി അനിലിന്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. അനിൽ ചേട്ടാ, എൻ്റെ അച്ഛൻ നിങ്ങളുടെ അമ്മാവനാ. ആ ചിന്തയൊന്നും എന്നെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ സങ്കടം എൻ്റെ ഉറക്കം കളയുന്നു. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. എനിക്കറിയാം, എനിക്ക് നിങ്ങളോട് പ്രണയമാണ്. അനിലിന്റെ ഹൃദയമിടിപ്പ് കൂടി. തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായത്തിൽ ഇങ്ങനെയൊരു വെളിച്ചം അവൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ രക്തബന്ധമുള്ളവരാണ് അശ്വതി. ഈ ബന്ധം ലോകം എങ്ങനെ കാണും? അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ലോകത്തെക്കുറിച്ചോ രക്തബന്ധത്തെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്ന എൻ്റെ നെഞ്ചിലെ സ്പന്ദനത്തെക്കുറിച്ച്. എൻ്റെ അച്ഛൻ വഴി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തി. നിങ്ങൾ എൻ്റെ രക്ഷകനായി. ഇതാണ് സത്യം. അവളുടെ ഉറച്ച വാക്കുകൾ അനിലിന്റെ എല്ലാ ഭയങ്ങളെയും തച്ചുടച്ചു. ഒരുപക്ഷെ ഈ ദുരന്താവിന് വേണ്ടി തുറന്നു വെച്ച വാതിലായിരിക്കാം ഇത്. അടുത്ത ദിവസം അനിൽ രാമേന്ദ്രനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയി. അശ്വതിയുടെ പ്രണയം അവന് പുതിയ ധൈര്യം നൽകിയിരുന്നു. രാമേന്ദ്രൻ അപകടത്തിൽ നിന്ന് ഏറെക്കുറെ മുക്തനായിരുന്നു. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അശ്വതി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അനിൽ ധൈര്യത്തോടെ പറഞ്ഞു. രാമേന്ദ്രന്റെ മുഖം ആദ്യം ഞെട്ടലിലും പിന്നീട് ദുഃഖത്തിലും ആണ്ടു. മോനെ, ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ രക്തബന്ധമുള്ളവരാ. എൻ്റെ പെങ്ങളുടെ മകനാ നീ. എനിക്ക് നിന്നെ സ്വന്തം മകനായിട്ട് കാണാനാണ് ആഗ്രഹം. പക്ഷേ ഈ ബന്ധം അത് ലോകം അംഗീകരിക്കില്ല മോനെ.
ലോകത്തെ ഞാൻ ഭയപ്പെടുന്നില്ല അമ്മാവ. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആവശ്യം ഈ ലോകമാണ്. എന്നെ ദത്തെടുത്ത മാതാപിതാക്കളും അശ്വതി. എൻ്റെ ജീവിതത്തിലെ ഏകാന്തത മാറ്റിയത് അശ്വതിയാണ്. അവളാണ് എനിക്കൊരു പുതിയ വീട് തന്നത്. അനിലിന്റെ വാക്കുകളിലെ തീവ്രത രാമേന്ദ്രനെ പിടിച്ചു വിളിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിന്റെ ഏകാന്തത അദ്ദേഹത്തിന് മനസ്സിലായി. അനിലിന്റെ രക്ഷകനായുള്ള കടന്നുവരവ് വെറും യാദൃശികമായിരുന്നില്ല, അത് വിധിയായിരുന്നു. രാമേന്ദ്രമെല്ലാം ചിരിച്ചു. മോനെ, നീ ഞങ്ങളെ രക്ഷിച്ച ദൈവ. എൻ്റെ പെങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് അശ്വതിയിലൂടെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ രാമേന്ദ്രൻ ആർക്കും എതിരായി നിൽക്കില്ല. നിങ്ങളുടെ സ്നേഹമാണ് വലുത്. ലോകം എന്തു പറഞ്ഞാലും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. നിന്നെ ഞാൻ എൻ്റെ മകനായി സ്വീകരിക്കുന്നു. രാമേന്ദ്രൻ അനിലിനെ ചേർത്ത് പിടിച്ച് ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് തനിക്ക് സ്വന്തമായൊരു വലിയ കുടുംബം ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ അനിൽ വിതുമ്പി. അവന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ അവനറിയാതെ അവന്റെ ഏകാന്തതയുടെ മതിൽ തകർന്ന് ഒരു പുതിയ വാതിൽ തുറന്നിരുന്നു. ആ ദിവസങ്ങളിൽ രാമേന്ദ്രൻ ആശുപത്രിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അനിൽ ഇടയ്ക്കിടയ്ക്ക് അശ്വതിയുടെ വീട്ടിൽ പോയി രാമേന്ദ്രനെ സന്ദർശിക്കുമായിരുന്നു. അത് അവർക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങളായി. ഒരു പൗർണമി രാത്രിയിൽ അശ്വതി അനിലിനെ അവരുടെ വീടിനടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി. നഗരം മുഴുവൻ താഴെ വിളക്കുകൾ അണയാതെ തിളങ്ങിയെന്ന്. അനിൽ ചേട്ടാ, ഈ ലോകം മുഴുവൻ നമ്മുടെ കാലിനടിയിലാണ്. ഈ കാഴ്ച പോലെ നമ്മുടെ പ്രണയം ഏറ്റവും ഉയരത്തിൽ നിൽക്കണം, അശ്വതി പറഞ്ഞു. അനിൽ അവളെ ചേർത്ത് നിർത്തി. അവന്റെ കൈകൾ അവളുടെ തോളിലമർന്നു. അവളുടെ മുടിയഴകളിൽ നിന്ന് പൗർണമി വെളിച്ചം തെറിച്ചു നിന്നു. എനിക്കിപ്പോൾ പേടിയില്ല അശ്വതി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം എൻ്റെ സ്വന്തം അച്ഛനമ്മമാരില്ല, നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമാണ്. അശ്വതി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ അവർക്കിടയിൽ എല്ലാ അകലവും ഇല്ലാതെയായി. അനിൽ പതിയെ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അതൊരു വാഗ്ദാനമായിരുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്കും മുകളിൽ തങ്ങൾ പരസ്പരം തുണയായി നിൽക്കുമെന്ന വാഗ്ദാനം. അടുത്ത ദിവസം രാവിലെ അനിൽ തന്റെ ദത്തെടുത്ത മാതാപിതാക്കളുടെ അടുക്കൽ ചെന്നു. അച്ഛാ, അമ്മേ, ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് അശ്വതി വിവാഹം കഴിക്കണം. അവരവനെ സന്തോഷത്തോടെ ആശ്ലേഷിച്ചു. മോന്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം, അമ്മ പറഞ്ഞു. സത്യങ്ങൾ പുറത്തു വന്നിട്ടും അനിലിന്റെ പ്രണയം അവന്റെ ദത്തെടുത്ത മാതാപിതാക്കളുടെ സ്നേഹത്തെ ഒട്ടും കുറച്ചില്ല. പകരം അശ്വതിയുടെ സ്നേഹം അവനൊരു പാലമായി മാറി. നഷ്ടപ്പെട്ട വേരുകൾക്ക് പകരം അവനൊരു പുതിയ കുടുംബം ലഭിച്ചു. അനിലിന്റെ ഇരുണ്ട ഭൂതകാലത്തിന് മുകളിൽ അശ്വതിയുടെ സ്നേഹം ഒരു വെള്ളി വെളിച്ചം പോലെ പരന്നു. അവന്റെ ജീവിതത്തിലെ മാറ്റിവെച്ച വാത്സല്യം അവളവൻ എന്നേക്കുമായി നൽകി.